ഹലോ ഫ്രണ്ട്സ്, വേനലിൽ ദാഹിച്ചു വലഞ്ഞു വന്നപ്പോഴാണ് അച്ഛനും അച്ഛൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടും കൂടി നമ്മുടെ മാവിലെ മാങ്ങ പഴുക്കുന്നതിന് മുമ്പേ പൊട്ടിക്കുന്നത് കണ്ടത്. ഇതെന്തിനാടാ? പിന്നീടാണ് മനസ്സിലായത് പച്ചമാങ്ങ ജ്യൂസാണ് ലക്ഷ്യമെന്ന്. അഭിപ്രായമൊന്നും പറയില്ല എന്ന് ഉറപ്പ് കൊടുത്തുകൊണ്ട് എന്നെയും അവരുടെ കൂടെ കൂട്ടി. അങ്ങനെ ആ 4 മാങ്ങയുമായി ഞങ്ങൾ പച്ചമാങ്ങ ജ്യൂസിലേക്കുള്ള പ്രയാണം ആരംഭിച്ചു. അച്ഛൻ്റെ റെസിപ്പികളെല്ലാം വളരെ സ്പെഷ്യലാണ്. പൊട്ടിച്ചെടുത്ത മാങ്ങ ചൊന ചെത്തിയെടുത്ത് കഴുകി വൃത്തിയാക്കുകയാണ് ആദ്യം ചെയ്തത്. കുറച്ചധികം സമയമെടുത്ത് അച്ഛൻ മാങ്ങ നല്ലപോലെ കഴുകി വൃത്തിയാക്കി. വൃത്തിയാക്കിയ ശേഷം മാങ്ങ വളരെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തു. അമ്മിയിൽ അരച്ചെടുക്കുമെന്നാണ് ഞാൻ ഓർത്തത്, പക്ഷെ എന്തായാലും അതുണ്ടായില്ല. ഇനി ജ്യൂസിൻ്റെ ഇൻഗ്രീഡിയൻസ് ചേർക്കുകയാണ് അടുത്ത ടാസ്ക്. ചെറിയൊരു കഷ്ണം ഇഞ്ചി വളരെ ചെറുതായി അരിഞ്ഞെടുത്തു. ഡൈജഷന് വളരെ നല്ലതാണ് ഇഞ്ചി. എന്ത് കുക്ക് ചെയ്താലും സ്പൈസസ് അല്പം കൂടുതൽ ഇടുന്നത് അച്ഛൻ്റെ ഒരു ഹോബിയാണ്. ഇഞ്ചിക്ക് പിന്നാലെ 5 കാന്താരിമുളക് പച്ചമാങ്ങയുടെ കൂടെ ചേർത്തു. കാന്താരിമുളകിന് പുറമെ 2 പച്ചമുളകും കൂടി എടുത്തപ്പോൾ ഞാൻ തടഞ്ഞു, അതുകൊണ്ട് അത് ഒന്നാക്കി ചുരുക്കി. പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇനി മിക്സിയുടെ ജാറിലേക്ക്. മൂന്ന് ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തു. ഒറ്റ തവണയെ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റാത്തതുകൊണ്ട് പപ്പാതി എടുത്ത് 2 തവണയായി ബ്ലെൻഡ് ചെയ്തെടുത്തു. അതിനുശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്തത്. അരിച്ചെടുത്ത ബാക്കി ഭാഗം ചമ്മന്തി ഉണ്ടാക്കാമെന്ന് അമ്മയും പറഞ്ഞു. അതൊന്ന് പ്രസന്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ അതെടുത്ത് വലിയൊരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റി. കൂളാക്കാൻ വേണ്ടി ഐസും കൂടി ചേർത്തു. നമ്മുടെ മുറ്റുവിൻ്റെ വീഡിയോ കണ്ടതുകൊണ്ടാണെന്ന് തോന്നുന്നു, അതൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് അച്ഛൻ ഒരു മാങ്ങാപ്പൂള് കൂടി അതിൽ കുത്തിവെച്ചു. പച്ചമാങ്ങ ജ്യൂസ് റെഡി. എങ്ങനെയുണ്ടടാ?